ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്ത് വെള്ളം വെച്ചു, അതിനകത്ത് ഉപ്പിട്ടു, ഇച്ചിരി നെയ്യും ഒഴിച്ചിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചാൽ മതി. കറുവപ്പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം അരി ഇട്ടിട്ടുണ്ട്. അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ് അരമണിക്കൂർ. ഫ്രൈഡ് റൈസ് ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കാൻ ഞാൻ ഇതിനു മുമ്പേ ഒത്തിരി പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നിപ്പം പച്ചക്കറി ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഞാൻ ഫ്രൈഡ് റൈസിന് ചെറുതായിട്ടാണ് പച്ചക്കറി അരിയുന്നത്. ഇന്ന് പൊണ്ണും ഇല്ല. അപ്പുവിനും എനിക്കും ക്യാപ്സിക്കം ഇങ്ങനെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഞങ്ങളുടെ പൊന്നുവിനും ക്യാപ്സിക്കം ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ കൊച്ചായിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഇന്ന് ഇച്ചിരി നീളത്തിൽ അരിഞ്ഞ് അങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ ഓരോരോ സ്റ്റൈലും ഓരോരോ ഇഷ്ടങ്ങളുമാണ്. ഏത് രീതി വേണേലും ഉണ്ടാക്കാം. പക്ഷെ അറിയുന്നതെല്ലാം ഒരേപോലെ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഒരേ കാര്യത്തിൽ വെറൈറ്റീസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പടം വരയ്ക്കുന്നതാണേലും ചെടി വയ്ക്കുന്നതാണേലും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാണേലും ഒരേ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു വെറൈറ്റി നോക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എപ്പോഴും കുക്കിങ്ങിന് വേണ്ടി പ്രത്യേകം വെറൈറ്റി ഷോപ്പിംഗ് പോയി അങ്ങനെ സാധനം മേടിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. എൻ്റെ കയ്യിലുള്ളതിൽ എന്തോ വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റും 2 ക്യാപ്സിക്കവുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്രയും പച്ചക്കറി ഇടുന്നോ അത്രയും ഫ്രൈഡ് റൈസ് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോയിട്ടില്ല, എന്നാൽ കറക്റ്റ് പരുവമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു കിളത്ത പാത്രത്തിൽ ഒഴിച്ച് ഞാൻ വെള്ളം കൊണ്ടുവന്ന് കഴുകിയെടുക്കും. ചൂടോടെയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതിനു വേണ്ടി ഇങ്ങനെ കഴുകി വെച്ചേക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ ഉതിരിയായിട്ട് വരും. ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷേ ഞാൻ ചോറുണ്ടാക്കി കൈയോടെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ കഴുകിയത്. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എപ്പോഴും കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും രണ്ടും മിക്സ് ചെയ്താണ് എടുക്കുന്നത്. നട്ട്സും കിസ്മിസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ ആദ്യം വറുത്തെടുത്താൽ മതി. ഞാനത് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അതെടുത്തിട്ടില്ല. ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടെ നേരത്തെ എണ്ണ ചൂടായപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിടുക. എന്നിട്ട് ക്യാരറ്റ് ഇച്ചിരി വേവുള്ളത് കൊണ്ട് ആദ്യം ക്യാരറ്റാണ് ഇടുന്നത്. അതൊന്ന് ആയിക്കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ടാൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ചോറിൽ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിനും ക്യാപ്സിക്കത്തിനും വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ക്യാരറ്റ് തീരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ചൂടായാൽ മതിയായിരുന്നു. നമ്മൾ ഇച്ചിരി നേരം നല്ലപോലെ വഴറ്റിയിട്ട് അടുത്ത ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും വഴണ്ട് വരുന്നവരെ അടുത്തത് നമ്മൾ മുട്ട ഒരു പാത്രത്തിൽ അടിച്ചെടുക്കുകയാണ്. 3 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഡയറക്റ്റ് റൈസിനകത്ത് വേണേലും ചേർക്കാം. പക്ഷേ ഞാനിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യും. മുട്ട നല്ലപോലെ അടിച്ചിട്ട് നമ്മൾ ചോറിട്ട് കഴിഞ്ഞ് ഡയറക്റ്റ് ഇത് ഒഴിക്കുമ്പം ചോറ് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത്. അപ്പം നമ്മൾ ചോറിനകത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റിനകത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുട്ടയ്ക്ക് വേണ്ടിയ ഉപ്പും കുരുമുളകും മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചോറ് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ പച്ചക്കറിയും ചോറും എല്ലാം കൂടെ മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ആദ്യം ചോറും പച്ചക്കറിയും നല്ലപോലെ മിക്സായി കഴിഞ്ഞിട്ടേ മുട്ട ഒഴിക്കാവുള്ളൂ. മുട്ട ഒഴിക്കുമ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ഒഴിക്കുക. എന്നിട്ട് ഈ ചോറ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ ചോറിലും പച്ചക്കറിയിലും എല്ലാം മുട്ട അതുപോലെ
കാണും. നമ്മളല്ലാതെ മുട്ട ഉണ്ടാക്കിയിട്ട് റൈസിൽ ചേർക്കുമ്പം അതെല്ലാത്തിൻ്റെ കൂടെ മിക്സ് ആകത്തില്ല. മുട്ട ചേർത്ത് കഴിഞ്ഞ് നിർത്താതെ കണ്ടിന്യൂ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാൽ ചോറ് പൊട്ടാതെ നോക്കുകയും വേണം. തീ സിമ്മിൽ വെച്ചാൽ മുട്ടയുടെ ആ ഒരു സ്മെല്ല് നിൽക്കും. അതുകൊണ്ട് തീ ഫുള്ളി വെച്ച് അടിക്ക് പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉതിരിയായിട്ട് വരും. ഇതിനകത്ത് ഒരു കൂട്ടാനും നമുക്ക് വേണ്ട, വെറും ചോറ് മാത്രം നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ ഉതിരിയായിട്ട്. ഞാനിതിപ്പോൾ ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്. അതൊന്നും ഇല്ലേലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.